സൺസെറ്റ് കാണാൻ പോകാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എവിടെ എന്തെന്നുള്ള അറിയാണ്ട് ഇറങ്ങി തിരിച്ച് രണ്ടുപേരാണ് നിങ്ങൾ കാണുന്നത്. മുൻപ് നമ്മുടെ ക്ലാസ്സിലെ ഷാരോൺ അഖിലും പോയിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലേസിൽ. അത് കണ്ട് ഇഷ്ടമായിട്ട് പോകുന്നതാണ്. സൈക്കിളിരിക്കുന്ന അഖിലും മറ്റേ ഷാരോൺ കൂടെ അമൃത അപർണയുണ്ട്. ഇവർ രണ്ട് നമ്മുടെ മൈസൂർ ട്രിപ്പിന് ഉണ്ടായിരുന്നവരാണ്. ജംസേനയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ബസ്സിന് കാഞ്ഞങ്ങാട് ബസ് കയറിയിട്ട് മാവുങ്കിൽ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നടന്നു വേണം പോകാനായിട്ട്. അപ്പോൾ ഒരു കട കണ്ടപ്പോഴത്തേക്ക് അപർണയ്ക്ക് ഒരു സൈഡ് വരും. സോ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിവട മിനിയേച്ചർ ഫോമിലായ പക്കോട ഉള്ളി ബജ്ജി വാങ്ങിക്കുന്നുണ്ട്. ചായ എത്തി ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നടക്കുവാണ്. ആനന്ദാശ്രമത്തിന് അവിടെ പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ കുന്നിലോട്ട് പോകാനായിട്ട് സൺസെറ്റ് കാണാനായിട്ട്. ആശ്രമത്തിന് ചുറ്റുപാടൊക്കെ നല്ല പീസ്ഫുൾ ആണ് നമ്മൾ പോകുമ്പോഴത്തേക്ക്. സോ അവിടെ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം നമ്മൾ കുന്നിലേക്ക് പോകാൻ വേണ്ടി നടക്കുന്നുണ്ട്. പൃഥ്വിരാജും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. സൺസെറ്റ് കാണാൻ പോവാണ്. അന്നത്തെ പോലെ ആവുമെന്നൊക്കെ കണ്ടറിയാം. ലോകതോൽവിയാ. അതുകൊണ്ട് നാണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കും. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ആരെയും അടിക്കാൻ പോകുന്ന പോലെയുള്ള നടത്തമാണെന്ന് പറയണ്ട. ആ കമന്റ് നിരോധിച്ചിരിക്കുന്നു. കാരണം ഈ കമന്റ് ഞാൻ കേട്ട് മടുത്ത കുഞ്ഞില് മുതലേ തന്നെ. ഞങ്ങൾ സക്സസ്ഫുള്ളി ഈ മലയുടെ മുകളിൽ കയറി നമ്മൾ ആദ്യം ഒരു ലൊക്കേഷനിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇങ്ങനെ ഇരുന്ന് പീസ്ഫുള്ളായിട്ട് സൺസെറ്റ് ആസ്വദിക്കാൻ വലിയ ഭംഗിയില്ല. സോ നമ്മൾ അവിടെ നിന്ന് വേറെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വന്നിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ, കൂട്ടത്തിരിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ. അപ്പോൾ അഖില് പാട്ട് വെച്ചിരുന്നോട് ഞാൻ അഖിലിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. കാരണം എനിക്ക് ചെറിയ മ്യൂസിക് സൺസെറ്റ് ആയിട്ടുള്ള വൈബില്ല, അതാണ് ഇഷ്ടം. അതുകൊണ്ട് സിനിമ ഓർമ്മയാണല്ലോ. സ്പിരിറ്റ് രണ്ടു തൊട്ടൊക്കെ കണ്ടു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, ആ സോങ്ങില്ല, അതിൻ്റെ ഡിസ്കഷൻ അവിടെ നടക്കുന്നത്. എനിക്ക് ആ സോങ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കേട്ടിരുന്നിട്ട് നമ്മൾ സൺസെറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങി. ഇരുട്ടിയിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. കുന്നിറങ്ങി താഴെ എത്തുമ്പോൾ കടകളുണ്ടല്ലോ, അങ്ങനെ ഒരു കടയിൽ കയറി ഇരുന്നിട്ട് കുഞ്ഞായിട്ട് സ്നാക്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്നാക്സ് ട്രൈ ചെയ്യാൻ വേണ്ടി കാണിക്കും. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് കഴിച്ചാൽ ആ സ്നാക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് എക്സ്പ്രഷൻ അങ്ങനെ ആയിപ്പോയത് കേട്ടോ. ഇത് രണ്ടും ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ്. പേരൊന്നറിയില്ല. ഇതെന്തോ എന്താ? കിഴങ്ങുപൊടി. ബെൻസ് കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫുഡ് ആദ്യമായിട്ടാണ്. വേറൊരു സാധനം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അത് പിന്നെ കഴിച്ചുതരാം. ചേച്ചിയുടെ ക്യാമറയുടെ മുന്നിൽ ഞാൻ ലൈവ് കൊണ്ടുവച്ച് പിന്നെ അടിക്കും. ഏത്തപ്പഴം വാങ്ങിക്കാൻ കയറി അപർണ വേറെന്തൊക്കെയും കൂടെ വാങ്ങിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ദെൻ നമ്മളൊരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് കോളേജിലെത്തി. ഇന്നത്തെ ട്രിപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.